students, we are going to start a new class. It's a continuation of the previous class that we have finished the 3 stanzas of the poem Any Woman by Catherine Tynan. So I'm moving on to the 4th stanza, that is, I am the twist that holds together the children in its sacred ring, their knot of love, from whose close tether no lost child goes a-wandering. I am the twist that holds together. She says that she is the one who joins the family or joins the children. She is the one who supports the family. The children in its sacred ring. What do you mean by sacred ring? പരിപാവനമായ ഒരു വലയത്തിനുള്ളിൽ കുട്ടികളെ ആക്കി നിർത്തുക. നമ്മൾ സാധാരണ രാമായണത്തിൽ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ട് ലക്ഷ്മണൻ പോകുന്നത് പറയുന്നുണ്ട്. സീതയോട് പറയുന്നുണ്ട്, ഈ രേഖയ്ക്കപ്പുറം നീ കടക്കരുത്, അത് വിശ്വാസത്തിൻ്റെ രേഖയാണ്, ആണല്ലോ. അതെ, അതിനപ്പുറം അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത് കൊണ്ടാണ് പിന്നീടുണ്ടാകുന്ന ഒരു യുദ്ധത്തിലോട്ടുമൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. So she is the one, mother says that she is the one who binds her children with a note of love. പക്ഷേ അമ്മ മക്കളെ കെട്ടിയിട്ടിരിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കയറുകൊണ്ടല്ല. അമ്മ എന്തുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്? തൻ്റെ സ്നേഹമാകുന്ന, തൻ്റെ കരുതലാകുന്ന, തൻ്റെ പരിലാളന കൊണ്ടാണ് മക്കളെ കൂട്ടി യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇൻ എ സേക്രഡ്, അതിന് പരിപാവനമായ ബന്ധവുമാണ് റിങ്ങിനുള്ളിൽ നിർത്തിയിരിക്കുന്നു. ആ ഒരു സ്നേഹത്തിനുള്ളിൽ നിർത്താൻ എപ്പോഴും അമ്മ അവരെ ആഗ്രഹിക്കുന്നു. അതിനപ്പുറം കടന്നു പോകാൻ കുട്ടികൾ ചിന്തിക്കുമ്പോഴാണ് പല പല അപകടങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് കടന്ന് വരുന്നത്. ദെയർ നോട്ട് ഓഫ് ലവ്, ദെയർ നോട്ട് മീൻസ് കെട്ട് എത്രമാത്രം മുറുകുന്നു അത്രമാത്രം അമ്മയുടെ കയ്യിലോട്ട് കൺട്രോൾ ഇരിക്കും. അതുപോലെ ഹിന്ദുസിൻ്റെ ഇടയിൽ സാധാരണ, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ പറയണമെന്നറിയത്തില്ല, എന്നാലും നമുക്ക് പറയാം, ഒരു ചടങ്ങുണ്ട് താലി കെട്ടുക എന്ന് പറയുന്നത്. ഒരു പുരുഷനൊരു സ്ത്രീക്ക് താലി കെട്ടുമ്പോൾ ആ താലി എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് ആ ഒരു കെട്ടെന്ന് പറയുന്നത്, ചില ആൾക്കാർ പറയാറുണ്ട് അതൊരു ബേർഡനാണ്, അത് പുരുഷൻ്റെ സ്ത്രീയുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറയാറുണ്ട്. പക്ഷേ അതൊരു പരിപാവനമായ ബന്ധമാണ്. ആ കെട്ട് എന്ന് പറയുന്ന അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ നോട്ട് ഓഫ് ലവ്. ആ കെട്ട് എന്താണ് അമ്മ കെട്ടുന്നത്? എന്തുകൊണ്ടാണ്? ചരടുകൊണ്ടല്ല, സ്നേഹത്തിൻ്റെ ചരടാണ്. ഇസ് ദാറ്റ് ക്ലിയർ ടു യു? ഓക്കെ. ഫ്രം ഹൂസ് ക്ലോസ് ടെതർ, TETHER, ടെതർ നൗണാണ്. അതിൻ്റെ അർത്ഥം റോപ്പ് എന്നാണ്. ഇവിടെ അതിൻ്റെ അർത്ഥം ക്ലോസ് ഹോൾഡ്, മുറുകെയുള്ള പിടുത്തം. നമ്മൾ പുറത്ത് നടക്കാൻ പോകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാറുണ്ട്. അവരുടെ കൈകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മുറുക്കെ പിടിക്കാറുണ്ട്. അപ്പം ഒരിക്കലും തൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു കുഞ്ഞിന് ഒരിക്കലും ഒരു ആപത്ത് വരരുതെന്ന് അമ്മ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അമ്മമാർ വളർത്തുന്ന നല്ല പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞും വാണ്ടർ ചെയ്ത് പോകില്ല. വാണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരിഞ്ഞ് പോകില്ല, അവരുടെ കൺട്രോളിനപ്പുറം പോകില്ല, വേറൊരു കാര്യത്തിലുള്ള ഒരു ഇമ്മോറൽ ആക്ടിവിറ്റീസിലൊന്നും കിടക്കില്ല. ഇതെല്ലാം അമ്മയുടെ വിശ്വാസമാണ്. അപ്പം അമ്മ പറയുന്നു, ഞാനില്ലാതായാൽ ഇതെല്ലാം തകിടം മറിയുമെന്നാണ് അമ്മ ഉറപ്പിച്ച് പറയുന്നു. ഇസ് ദാറ്റ് ക്ലിയർ ടു യു? ഓക്കെ. So next stanza. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to be their bed. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. I am the house from floor to roof. നമ്മൾ പറയാറുണ്ട്, ഒരു എക്സ്പ്രഷനാണ് മലയാളത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, അടി തൊട്ട് മുടി വരെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാം. സോ രാവിലെ ഉണരുമ്പോൾ മുതൽ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് ചായ എടുത്ത് തരുന്ന കാര്യങ്ങൾ മുതൽ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഫ്യൂച്ചർ പ്ലാൻസ് വരെ എടുക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് ഐ. ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഐ ഡെക്ക് ദ വോൾസ്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചെറിയ വാക്കുകളിലൂടെ പറഞ്ഞു പോവുകയാണ്. ഐ ഡെക്ക് ദ വോൾസ്. ഡെക്ക്, DECK, ഡെക്ക്. ഡെക്ക് മീൻസ് ഡെക്കറേറ്റ്. അത് അബ്രീവിയേറ്റഡ് ഷോർട്ട് ഫോമാണ് ഡെക്കറേറ്റിൻ്റെ. നമുക്ക് പോയത്തിൽ എപ്പോഴും പോയറ്റ് വളരെ മനോഹാരിത കൂട്ടാൻ വേണ്ടി ചില വാക്കുകൾ ഷോർട്ടൺ ചെയ്ത് പറയും. സോ ഡെക്ക് എന്ന് പറയുന്ന ഡെക്കറേറ്റിൻ്റെ ഷോർട്ട് ഫോമാണ്. ഐ ഡെക്ക് ദ വാൾസ്. ദ ബോർഡ് ഐ സ്പ്രെഡ്. ബോർഡ്, BOARD, ബോർഡ് മീൻസ് തീന്മേശ ഒരുക്കുക. നമ്മൾ പലരും അറിയാത്തൊരു കാര്യമാണ്, നമ്മൾ കഴിക്കാനായിട്ട് ടേബിളിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അമ്മയുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നത്. ഒരു നല്ല വാക്ക് പോലും പറയാതെ നമ്മളെല്ലാവരും അതെടുത്ത് കഴിച്ചിട്ട് പോവുകയും ചെയ്യാറുണ്ട്. സോ ഐ ആം സ്പ്രെഡിങ് ദ ബോർഡ്. ഞാനാണ് ഈ തീന്മേശ ഒരുക്കി വെക്കുന്നത്. ഐ സ്പിൻ ദ കേർട്ടൻസ്.
ഞാനാണ് ഈ ചുറ്റുപാടുമുള്ള കേർട്ടൻസ് തുന്നിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ അമ്മ എല്ലാത്തിലും കൈകടത്തുന്നു എന്ന് പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഐ സ്പിൻ ദ കേർട്ടൻസ് വാപ്പ് ആൻഡ് വൂഫ്. വാപ്പ് ആൻഡ് വൂഫ് കേട്ടിട്ടില്ലാത്ത ഒരു എക്സ്പ്രഷനാണ്. ഇറ്റ് ഇസ് ആൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. അതിൻ്റെ അർത്ഥം ഊടും പാവും നെയ്യുക. ഊടും പാവും നെയ്യുക എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി നമ്മൾ സാധാരണ തുണികൾ തുന്നിച്ചേർക്കും. എത്രയും ഭംഗിയായിട്ട് ഊടും പാവും നെയ്യുന്നോ അത്രയും ഭംഗിയാണ് ആ ഒരു ഡ്രസ്സിന് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന് കിട്ടുന്നത്. അതുപോലെ അമ്മയാണ് എല്ലാ ജീവനെയും തുന്നിച്ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ആ ഫാമിലിയെ മുഴുവനും നിറ്റ് ചെയ്ത്, ഷീ ഈസ് ദ വൺ ഹൂ നിറ്റ്സ് ദ ഫാമിലി ടുഗെദർ വിത്ത് എ നോട്ട് ഓഫ് ലവ്. ആ ചരടെന്ന് പറയുന്നത് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? സ്നേഹമാകുന്ന ചരട് കൊണ്ട് തൻ്റെ ഫാമിലിയെ ജോയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. DOWN. ഡൗൺ മീൻസ് ഫെതേഴ്സ്. സോഫ്റ്റ് ഫെതേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡൗൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആനിമൽ ലൈഫിൽ നിന്നുള്ളൊരു ഇമേജറിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ചെറിയ ചെറിയ പക്ഷികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ പക്ഷികളുടെ കൂട് എങ്ങനെയാണ് അമ്മ സെറ്റ് ചെയ്യുന്നത്? ചുള്ളിക്കമ്പുകൾ എടുത്തുകൊണ്ട് വരുന്ന കണ്ടിട്ട്, ചകിരിച്ചോറും എടുത്തുകൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ആ കൂടിൻ്റെ അകത്ത് അവരുടെ ഫെതേഴ്സും അവരിടുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. സോ അതുപോലെ ഒരു തള്ളപ്പക്ഷി തൻ്റെ ഭാഗം മുഴുവനും എടുത്താണ് എന്ത് വെക്കുന്നത്? തൻ്റെ ജീവൻ്റെ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പറിച്ചാണ് കുഞ്ഞിനെ സേഫായിട്ട് കിടത്തുന്നത്. അതുപോലെ തൻ്റെ എല്ലാ ജീവനും തൻ്റെ എല്ലാ സുഖവും മക്കൾക്ക് പകർന്നുകൊണ്ടാണ് അവനെ അല്ലെങ്കിൽ അവളെ ഉറക്കി കിടത്താനായിട്ട് പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്ക വിരിക്കുന്നത് മുതൽ രാത്രി കിടക്കാൻ നേരത്ത് തൻ്റെ കിടക്ക കുട്ടിക്കുടഞ്ഞ് സുഖകരമായ നിദ്ര പകരുന്നതും ആര് തന്നെയാണ്? അമ്മ തന്നെ ആണ്. സോ ഷീ ഈസ് ഡൂയിങ് ന്യൂമറസ് തിങ്സ്. ഒത്തിരി കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനെ പറയാനാണെങ്കിൽ നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല. അത്രയ്ക്കും കാര്യങ്ങളാണ് അമ്മയുടെ കൈകളിലൂടെ പോകുന്നത്. സോ അതാണ് മൾട്ടി ഫേസറ്റഡ് റോൾ എന്ന് പറയുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആസ് എ പ്രൊഫഷണൽസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ടീച്ചറിൻ്റെ പ്രൊഫഷൻ ഇതാണ്. പക്ഷേ ഒരു അമ്മയെന്ന് പറയുന്നത് ഒരു കാര്യത്തിലോട്ട് മാത്രം പിൻ പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല അമ്മയെന്ന് പറയുന്നത്. അവരുടെ കൈകൾ പലയിടത്തോട്ട് എത്തണം, അല്ലേ? എന്നാൽ മാത്രമേ ആ കുടുംബം നല്ലപോലെ ചലിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ കണ്ടത്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ സ്റ്റാൻസ്. ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റാൻസ. ഈ ഒരു പോയത്തിൻ്റെ ഏറ്റവും മനോഹരമായ വരികളും ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളും കടന്നു വരുന്നത് ഈ ഒരു ഇതിലാണ്. ഇതിൻ്റെ അകത്ത് ധാരാളം എക്സ്പ്ലനേറ്ററി പാസേജ് ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ലൈൻസിൻ്റെ എലാബറേഷനൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റാൻസ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേട്ടിരിക്കും. I am their wall against all danger, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. So she says, ഞാൻ പറഞ്ഞു അനഫോറിക് എക്സ്പ്രഷൻസ് ധാരാളം കടന്നു വരുന്നുണ്ട്. ഐ ആം എന്ന് പറഞ്ഞുകൊണ്ടത്. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ അതേ എക്സ്പ്രഷനിലൂടെയാണ് പറഞ്ഞത്. ഞാനിതാണ് എന്ന് നമ്മൾ ഡയറക്റ്റ്ലി സ്റ്റേറ്റ് ചെയ്യുകയാണ്. ഒപ്പം മെറ്റഫറും കടന്നു വരുന്നുണ്ട്. ഐ ആം ദ വോൾ അഗെൻസ്റ്റ് ഓൾ ഡേഞ്ചർ. വോൾ ഓർ ഡോർ ഇതൊക്കെ എന്തിനാണ് നമ്മൾ സാധാരണ വീടുകൾക്ക് വെക്കുന്നത്? സോ ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ കവറേജ്. പുറമേ നിന്നും ഒരു ശക്തിയും അകത്തോട്ട് കടന്ന് വരാതിരിക്കട്ടെ. സോ ഐ ആം ദെയർ ഡോർ ഓർ ഐ ആം ദെയർ വോൾ അഗെൻസ്റ്റ് ഓൾ ഡേഞ്ചർ. എല്ലാ ആപത്തുകളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന സംരക്ഷണ ഭിത്തി എന്ന് പറയുന്നത് ഞാനാണ്. ഏതാപത്തും എന്നെ തട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ അവരുടെ അടുത്തോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഐ ആം ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈ ചിൽഡ്രൻ. Their door against the wind and snow. വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വിൻഡ് കാറ്റ് അല്ലെങ്കിൽ മഴ. ഇപ്പോൾ നമുക്ക് എപ്പോഴും കൂടുതൽ അറിയാവുന്നൊരു കാര്യമാണ് മഴ. കൂടി വരുമ്പോൾ എന്തുണ്ടാകുന്നു? പ്രശ്നങ്ങളുണ്ടാകുന്നു, നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. വിൻഡ് ആൻഡ് സ്നോ കൊണ്ട് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് അഡ്വേഴ്സിറ്റീസ് ഓർ പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഏതൊരു പ്രോബ്ലം വന്നാലും നമുക്ക് ഏറ്റവും ആദ്യം ഓടിച്ചെന്നാൽ ഒരു സൊല്യൂഷൻ, ഒരു സൊളസ് കിട്ടുന്നതും ഒരു കംഫർട്ട് കിട്ടുന്നതും ആരുടെ അടുത്തു നിന്നാണ്? തീർച്ചയായിട്ടും അമ്മയുടെ അടുത്തു നിന്നാണ്. എത്ര തെറ്റ് വന്നാലും പോട്ടെ എന്ന് പറയാനായിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും ആര് തന്നെയാണ്? മനസ്സ് തുറന്ന്. പല ആൾക്കാരും നമ്മളോട് പോട്ടെ എന്ന് പറയും, പക്ഷേ അവരാരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. പക്ഷേ എത്രയാണെങ്കിലും ഇവിടെ അമ്മയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്ന മക്കൾക്ക് വലിയൊരു കംഫർട്ട് തന്നെയാണ്. സോ ഷീ ഈസ് ദ വോൾ, ഷീ ഈസ് ദ ഡോർ എഗെയിൻസ്റ്റ് ഓൾ ദ ഡേഞ്ചേഴ്സ്. വരാൻ പോകുന്ന എല്ലാ തിന്മകൾ അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസിൽ നിന്നും കുട്ടികളുടെ മാറ്റി നിർത്തുന്ന ഒരു ഡോർ എന്ന് പറയുന്നത് ഞാനാണ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി പറയാൻ പോകുന്ന 2 ലൈൻസ് വളരെ കീ പോയിൻ്റാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. Thou whom a woman laid in a manger, take me not till the children grow. Thou, Thou. Thou means you.
ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ആണ്, പഴയ കാലത്തെ ഒരു ഇംഗ്ലീഷാണ്. അതിൽ ദൗ എന്ന് പറഞ്ഞാൽ യു എന്നാണ് അർത്ഥമാക്കുന്നത്. ദൗ ഹും എ വുമൺ ലേഡ് ഇൻ എ മേഞ്ചർ. സോ ഷീ സേസ് ദാറ്റ് ഷീ ഈസ് എ വുമൺ ലേഡ്, കിടക്കുക, ഇൻ എ മേഞ്ചർ. മേഞ്ചർ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയത്തില്ല. സോ ദിസ് ഇസ് ദ പിക്ചർ ഓഫ് എ മേഞ്ചർ. മേഞ്ചർ മീൻസ് an earthen trough used to store food for animals. ആനിമൽസിനൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനം, അതിനെയാണ് മേഞ്ചർ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം, കാലിത്തൊഴുത്ത്. ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ? സോ കാലിത്തൊഴുത്തിൽ പിറന്നത് ആരാണ്? ഹു വാസ് ബോൺ ഇൻ എ മേഞ്ചർ? ഇറ്റ് വാസ് ജീസസ് ക്രൈസ്റ്റ്. ആരാണ് പിറന്നത്? ജീസസ് ക്രൈസ്റ്റ്. എന്തിനു വേണ്ടിയാണ് ജീസസ് ക്രൈസ്റ്റ് കാലിത്തൊഴുത്തിൽ പിറന്നത്? ടു സേവ് ദ ഹ്യൂമാനിറ്റി. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി താഴെത്തട്ടിൽ വന്ന് ജനിച്ചവനാണ് ആരെന്ന് പറയുന്നത്? ജീസസ് ക്രൈസ്റ്റ്. സോ ഹിയർ മദർ സേസ് ദാറ്റ് ഷീ ഈസ് ഓൾസോ ലൈക്ക് ക്രൈസ്റ്റ്. ആരെ പോലെയാണെന്നാണ് പറയുന്നത്? ജീസസ് ക്രൈസ്റ്റിനെ പോലെയാണ് ഞാനും എവിടെയാണ് കഴിയുന്നത്? താഴെത്തട്ടിലാണ് കിടക്കുന്നത്. ഐ എം ഓൾസോ സഫറിങ് എ ലോട്ട്. ഞാനും കുറേ കാര്യങ്ങൾ ത്യജിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ സഹിക്കുന്നുണ്ട്. ഇതെല്ലാം, ഈ പെയിൻ മുഴുവനും എനിക്കൊരിക്കലും പെയിനായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ മൈ ചിൽഡ്രൻ. ആർക്ക് വേണ്ടിയാണ്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത്. അതുകൊണ്ട് അമ്മ പറയുകയാണ്, ഐ എം ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. ആരോട് ഉപമിക്കുകയാണ്? ജീസസ് ക്രൈസ്റ്റുമായിട്ട് പറയുകയാണ്. സോ ദർ ഇസ് എ ടച്ച് ഓഫ് ബിബ്ലിക്കൽ അലിഗറി. ബൈബിളിൽ നിന്നും കടമെടുത്ത ഒരു പദമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാം. ഇനി ഏറ്റവും ലാസ്റ്റിലത്തെ ലൈൻ, അത് വളരെ കീ പോയിൻ്റാണ്. ടേക്ക് മീ നോട്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമുക്കറിയാം അമ്മ വളരെ ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ഐ എം ദ പില്ലർ, ഐ എം ദ കീ സ്റ്റോൺ. ഞാനിതാണെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും ലാസ്റ്റിലത്തെ ലൈൻ നോക്കിക്കേ, ആ ടോൺ അവിടെ വ്യത്യാസമാവുകയാണ്. ദ എൻറ്റയർ ടോൺ ചേഞ്ചസ്. ആ ഒരു അഡമൻ്റ് ആയിട്ടുള്ള ആ ഒരു ടോണിൽ നിന്നും വളരെ സിമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു ടോണിലോട്ട് അമ്മ മാറ്റി പറയുകയാണ്. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ജീസസ് ക്രൈസ്റ്റിനോട് പറയുകയാണ്, അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ദൈവത്തിനോട് എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ടേക്ക് മീ നോട്ട്, എന്നെ അങ്ങോട്ട് വിളിക്കരുതേ എന്ന് എപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്? ടിൽ മൈ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് വളർന്ന് വരുന്നിടം വരെയെങ്കിലും ഒന്ന് എന്നെ സ്പെയർ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പോയം അവസാനിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ദ പോയം ഈസ് ക്ലിയർ ടു യു. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആര് മാത്രമാണ്? വേറൊരാളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല. ആരെക്കുറിച്ചാണ്? അമ്മമാരെക്കുറിച്ച്. ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരെ തന്നെ മനസ്സിൽ കാണാനായിട്ട് സാധിക്കണം. സോ ദാറ്റ്സ് ദ സക്സസ് ഓഫ് ദ പോയം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പലവട്ടം പല പ്രാവശ്യം വായിക്കുക. ഒപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെറ്റഫോറിക് എക്സ്പ്രഷൻസും അതുപോലെയുള്ള അനഫോറിക് എക്സ്പ്രഷൻസും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കുക. എന്നിട്ട് ആ ലാസ്റ്റ് ലൈനിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് വായിക്കുക. So that's all about the chapter. Thank you.